നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേതൊരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് നീളം വയ്ക്കാനും താരനുണ്ടെങ്കിൽ പോവാനും സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനും അതേപോലെ തന്നെ മുടിക്ക് ഇങ്ങനെ കായ വരില്ലേ, മുടിക്കായ ഉണ്ടെങ്കിൽ അത് പോവാനും പിന്നെന്താ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് നമ്മളിപ്പോൾ നാളെയാണ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമുക്കിപ്പോൾ ആയുർവേദ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കാര്യമാണ്. നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുടങ്ങാണ്ട് ഓയിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഹെയർ മാസ്കിലൊക്കെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി ഭാവിയിൽ നരയ്ക്കുന്നതിനൊക്കെ കുറച്ച് ലേറ്റ് ആക്കാൻ പറ്റും. അതായത് ഒരു പ്രായമാകുമ്പോൾ നമുക്ക് മുടി നരയ്ക്കുമല്ലോ, ആ നരയ്ക്കുന്നതിനെ കുറച്ച് വൈകിപ്പിക്കാനായിട്ട് പറ്റും. മുടിക്ക് നന്നായിട്ട് നാച്ചുറലായിട്ടൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ജീരകം. അടുത്തത് ഉലുവയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം വീതമാണ് എടുത്തിരിക്കുന്നത്. ഉലുവയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട, നമ്മൾ മുടി വളരാനായിട്ടുള്ള ഹെയർ മാസ്കിലും ഹെയർ ഓയിലൊക്കെ കാണുന്ന ഒന്നാണ് ഉലുവ. ഉലുവ നന്നായിട്ട് മുടീനെ കണ്ടീഷൻ ചെയ്യും കേട്ടോ. പിന്നെ നന്നായിട്ട് ബൗൺസി ആയിട്ടും തിക്കായിട്ടൊക്കെ കിടക്കാൻ ഹെൽപ്പ് ചെയ്യും. പുതിയ മുടി വളരാനും സഹായിക്കും. 2 ഇൻഗ്രീഡിയൻറ്റും മുടി വളരാൻ ബെസ്റ്റാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ 2 ടേബിൾ സ്പൂണോളം വീതം എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ രാത്രി ഫുള്ള് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അധികം വെള്ളം ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയാണ്ടാണ് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാൻ പോണേ. അപ്പോൾ ഈ രാത്രി ഫുള്ള് വെള്ളത്തിൽ കിടക്കണ കാരണം വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ ഈ 2 ഇൻഗ്രീഡിയൻസിൻ്റെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഊറ്റിക്കളയരുതെന്ന്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ മാസ്കിൻ്റെ ആ ഒരു തിക്നെസ് ഭയങ്കര ലൂസായി പോവും. അപ്പോൾ 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് രാത്രി ഫുൾ അങ്ങോട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. ഉലുവയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടണം. ഉലുവ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പക്ഷേ കരിഞ്ജീരകം ചെറിയ തരികളുണ്ടാവും. അത് വലിയ കാര്യമാക്കണ്ട. എന്നാലും പരമാവധി നിങ്ങൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കാട്ടോ. അങ്ങനെ 2 കാര്യങ്ങളും നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തേതും ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. 1 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരിൻ്റെ അളവ് ഇപ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം തൈര് മാത്രം ചേർക്കണുള്ളൂ. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന മിക്ക ഹെയർ മാസ്കിലും തൈര് ചേർക്കാറുണ്ട്. തൈരിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ താരനുണ്ടെങ്കിൽ പോവും. താരം മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ കുറയും. അതുപോലെ ചൂടുകാലത്തൊക്കെ തലയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കുരുക്കളൊക്കെ വരില്ലേ, ചൂടിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ, അത് പോകാനും ബെസ്റ്റാണ്. അപ്പോൾ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ മിക്കവാറും ഒരു പ്രശ്നമാണ് നമ്മൾ തലയിൽ എന്തെങ്കിലും മാസ്ക് ഒക്കെ ഇടുമ്പോൾ നീരിറങ്ങുക, തണവ് തട്ടുക, അങ്ങനത്തെ പ്രശ്നമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാസ്ക് തലയിലിടുമ്പോണ്ടല്ലോ ഒരു വലിയ ബൗളിൽ നിറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളുടെ 2 കാൽപാദങ്ങൾ അതിൽ ഇറക്കി വെക്കുക. ഈ മാസ്ക് ഇട്ടിരിക്കുന്ന ടൈം ഫുള്ള് കാല് വെള്ളത്തിൽ ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് തലയിലിടാന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഹെയർ മാസ്ക് ഒന്ന് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഇടുമ്പോൾ പാടായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ തലയിൽ ഇരിക്കുകയും ഇല്ല. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മാസ്ക് ഇടുന്നേക്കാളും മുമ്പ് നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലെടുത്തിട്ടൊന്ന് മുടിയിലൊന്ന് തൊട്ട് പറ്റാട്ടോ. അതിനുശേഷം മുടി നന്നായിട്ട് കോംബ് ചെയ്യുക. മുടിയിൽ കെട്ടും ജടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളയുക. എന്നാലാണ് നമുക്ക് മാസ്ക് ഇടുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആദ്യം തന്നെ നമ്മളുടെ വകച്ചിലില്ലേ, ഞാനിപ്പോൾ സൈഡ് വകച്ചിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം സൈഡ് വകച്ചിലിൽ ആ എടുത്തിരിക്കുന്ന ഭാഗത്ത് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പതുക്കെ മസാജും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോമ്പ് വെച്ചിട്ട് തൊട്ടിപ്പുറത്തൊരു വകച്ചിലും കൂടി എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ മാസ്ക് ഇടാൻ. മുടിയുടെ എല്ലാ ഭാഗത്തും, മുടിയുടെ എല്ലാ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മാസ്ക് വരണം. നമ്മൾ മുടിയിൽ
ഹെയറിലല്ല കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സ്കാൽപ്പിലാണ്. കാരണം ഇത് നമ്മൾ മുടി വളരാനും താരം പോകാനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാസ്ക് തലയോട്ടിയിലാണ് നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി മുടി പൊട്ടി പോവുക, അതുപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം ബാക്കി വന്ന മാസ്ക് എടുത്തിട്ട് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്കാൽപ്പിൽ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം ഞാൻ മുടി കെട്ടി വയ്ക്കണേക്കാൾ മുമ്പായിട്ട് കൈവിരലിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സർക്കുലാർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം മുടി കെട്ടി വയ്ക്കാം. നമുക്ക് ഈ മാസ്ക് കുറഞ്ഞത് 30 മിനിറ്റ് തലയിൽ വയ്ക്കാം, മാക്സിമം 1 മണിക്കൂർ വരെ തലയിൽ വയ്ക്കാം. അപ്പോൾ മാസ്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ ജോലികളൊക്കെ ചെയ്യാം, അടുക്കള ജോലികളോ അല്ലെങ്കിൽ ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കെട്ടി വയ്ക്കുക. കുറഞ്ഞത് 30 മിനിറ്റ്, മാക്സിമം 1 മണിക്കൂർ. എന്നിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകണേ. നിങ്ങൾ പുറത്തേക്ക് പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാൻ നിർബന്ധമില്ല. ഷാമ്പു ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ആ കഴുകുന്ന സമയത്ത് ഈ തലയിൽ സ്കാൽപ്പിൽ മാത്രമാണ് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കാൽപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകിയിട്ട് മുടി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. മുടി ഒന്നിനോടൊന്നും തൊടാതെ നല്ല സോഫ്റ്റും ബൗൺസി ആയിട്ടും കിടക്കണ കാണാൻ പറ്റും. ഇനി ഷാമ്പു ഉണ്ടെന്ന് നിർബന്ധമുള്ളവർക്ക്, അതായത് ഇതിൻ്റെ സ്മെല്ലൊക്കെ ചിലപ്പോൾ പറ്റില്ലേ, പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷാമ്പു ഇട്ടാൽ മതി. ഞാൻ പേഴ്സണലി ഷാമ്പു ഇടാറില്ല. നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് അലമ്പി കഴുകാറാണ് പതിവ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹെയർ മാസ്ക് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യണം. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.